ബി.ജെ.പിയിലെ ഫണ്ട് വെട്ടിപ്പ് പരാതിയിൽ അന്വേഷണം തുടരുകയാണെന്ന് പാർട്ടി യോഗത്തിൽ തുറന്നു സമ്മതിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തനിക്ക് നേരിട്ട് നിരവധി പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് വിഷയമുന്നയിച്ച് മുതിർന്ന നേതാക്കളോടായി അദ്ദേഹം വിശദീകരിച്ചു. കൊടകര കുഴൽപ്പണ കേസ് ഉണ്ടായപ്പോൾ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയ പോലെ ഇപ്പോൾ പ്രതിരോധിക്കുന്നില്ലെന്ന് ഫണ്ട് വെട്ടിപ്പ് ആരോപണം നേരിടുന്ന കോർ കമ്മിറ്റി അംഗത്തിന്റെ പരാതി. മൗനം പാലിച്ച് സംസ്ഥാന അധ്യക്ഷൻ. ബി.ജെ.പിയിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതിയും നിരവധി ശബ്ദരേഖകളും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇതേക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനോട് പ്രതികരണം ആരാഞ്ഞെങ്കിലും അദ്ദേഹം മൗനത്തിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന ഒരു വാർത്താക്കുറിപ്പ് രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ പരാതി ഉണ്ടെന്ന കാര്യം തുറന്നു സമ്മതിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അബ്ദുൽ സലാം, ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ തുടങ്ങിയവർ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിൽ ഉന്നയിക്കുകയായിരുന്നു. ഇതോടെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തന്റെ മുന്നിലും നിരവധി പരാതികൾ എത്തിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ വിശദീകരിച്ചു. എല്ലാം താൻ അച്ചടക്ക സമിതിക്ക് മുൻപാകെ കൈമാറിയിട്ടുണ്ട്. അച്ചടക്ക സമിതി പരിശോധിച്ച് റിപ്പോർട്ട് നൽകുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വിശദീകരിച്ചു. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന ചിലർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഇനിയും മറ്റു ചിലർക്ക് നൽകുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ്. സുരേഷ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെക്കുറിച്ച് അദ്ദേഹം ഒന്നും പ്രതികരിച്ചില്ല. എന്നാൽ തിരുവനന്തപുരം ജില്ലയുടെ പ്രഭാരിയും വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ പൂർണ്ണ ചുമതലക്കാരനുമായിരുന്ന കോർ കമ്മിറ്റി അംഗവും വൈസ് പ്രസിഡന്റുമായ കെ. സോമൻ യോഗത്തിൽ സംസാരിച്ചു. എഴുതാത്ത ഇൻവോയ്സ് വാങ്ങി ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുന്ന ആളാണ് കെ. സോമൻ. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താൻ പ്രതിസ്ഥാനത്താണെന്നും എന്നാൽ കൊടകര കുഴൽപ്പണ കേസ് വന്നപ്പോൾ പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങിയതുപോലെ ഇപ്പോൾ ഫണ്ട് തട്ടിപ്പ് ആരോപണം വന്നപ്പോൾ പ്രതിരോധിക്കാൻ ഇറങ്ങിയില്ലെന്ന പരാതിയും കെ. സോമൻ ഉന്നയിച്ചു. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ നിന്ന് 25 കോടി രൂപ വെട്ടിച്ചു എന്ന മുൻ ഓഫീസ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ തനിക്ക് രക്തസമ്മർദ്ദമേറിയെന്നും മുൻ ഓഫീസ് സെക്രട്ടറിക്കെതിരെ തൃശൂർ ജില്ലാ കമ്മിറ്റി മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എന്തായാലും ബി.ജെ.പിയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ പരസ്യമായി ബി.ജെ.പി നേതൃത്വം അംഗീകരിക്കുന്നില്ലെങ്കിലും പാർട്ടി യോഗങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.